നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലെ കർഷകരെ സഹായിക്കുന്നതിലേക്കുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്ന ആരോപണവുമായി കർഷകരുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ആരോപണവുമായി കർഷകർ രംഗത്തെത്തുന്നത്. കർഷകർ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നവകേരള സദസ്സ് വെറും പ്രഹസനമാകുന്ന കാഴ്ച തന്നെയാണ് തുടക്കം മുതലേ കാണാൻ സാധിച്ചത്. പല പരാതികളും സ്വീകരിക്കുകയും അവയ്ക്കൊന്നും തുടർ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത ആദ്യ കാലം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ സ്വീകരിച്ചു പോരുന്നൊരു നയം തന്നെയായിരുന്നു. PR വർക്ക് മാത്രമായി നവകേരള ഒതുങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണോ? കർഷകർ നൽകിയ പരാതി ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വേൾഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കർഷകരെ സഹായിക്കുന്നതിലുള്ള നടപടികളിൽ സർക്കാർ ഇതുവരെ ഒരു നീക്കം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുമായി സംബന്ധിച്ച ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരുപാട് തവണ സർക്കാരിൻ്റെ മുൻപിൽ അവിടുത്തെ വ്യാപാരികളൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിതരണം നടത്തുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സൗകര്യക്കുറവ്, ഇതെല്ലാം കൃത്യമായി പല വട്ടങ്ങളിൽ വാർത്തയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നവകേരള സദസ്സ് നടക്കുമ്പോൾ അവിടുത്തെ വ്യാപാരികൾ അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ അത് സർക്കാരിൻ്റെ മുൻപിൽ ഒരു പരാതിയായി അവതരിപ്പിക്കുന്നു. നവകേരള സദസ്സ് പോലെ സർക്കാർ ഇത്രയധികം കുട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു പരിപാടി വരുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്. സർക്കാരിലും വലിയ പ്രതീക്ഷയൊക്കെ അർപ്പിച്ചിരുന്നു. പക്ഷേ എന്തായിരുന്നു നവകേരള സദസ്സ് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലത്തെ വാർത്തകളിൽ നിന്ന് വ്യക്തമായത് ഒരു പ്രഹസനമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രഹസനത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ ആവശ്യവും ഇല്ലാതെയായി തീരുന്നൊരു അവസ്ഥയാണ് നെടുമങ്ങാട്ടെ ഇപ്പോഴത്തെ ഈ പറയുന്ന വേൾഡ് മാർക്കറ്റിലെ വ്യാപാരികളൊക്കെ നേരിടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ് ഈ വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. അവിടുത്തെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവിടുത്തെ സ്ഥലം MLAയും മന്ത്രിയുമായിട്ടുള്ള ആളുകൾക്ക് പോലും കൃത്യമായി അറിയില്ല എന്ന് പറയുമ്പോൾ നവകേരള സദസ്സിലും ഈ പരാതികളൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നവകേരള സദസ്സിൽ മന്ത്രിമാർ ഈ പരാതികൾ കേട്ടിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലൂടെ കൂടിയാണ് നമ്മൾ എത്തുന്നത്. ഇത് വെറുതെ കുറച്ച് ആളുകളുടെ പരാതികൾ വാങ്ങിച്ചു വെക്കുന്നു, അതിൽ ചിലതൊക്കെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശവാസികളുടെ മുഴുവൻ ആവശ്യമായി തീർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാപാര മേഖലയുടെ മുഴുവൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ മന്ത്രി അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളത് കൃത്യമായി പറയുമ്പോൾ നവകേരള സദസ്സിൽ കൊണ്ടുവന്ന പരാതികളോട് ഏത് രീതിയിലുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നെടുമങ്ങാട്ടെ വേൾഡ് മാർക്കറ്റിലെ വ്യാപാരികളുടെ പ്രശ്നം മാറുകയാണെന്നുള്ളതാണ്. മന്ത്രി നമ്മളോട് സംസാരിച്ചിരുന്നു. മന്ത്രിയുമായി കാര്യങ്ങൾ കൃത്യമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് മന്ത്രി ഇത്തരമൊരു പ്രശ്നം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നവകേരള സദസ്സിൽ ഇവരുടെ പരാതികൾ വാങ്ങിച്ചു വെക്കുകയും അത് പരിഹരിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തുകയും സർക്കാർ ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. വീണ്ടും മേഖലാതല അവലോകന യോഗങ്ങളും അദാലത്തുകളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ പോലും ഈ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല. അല്ലെങ്കിൽ ആ പ്രദേശത്തെ MLAയും ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമായിരിക്കുന്ന GR അനിലിന് കൃത്യമായി ഈ പ്രശ്നങ്ങൾ അറിയില്ല എന്നുള്ളൊരു പ്രതിസന്ധി കൂടി അല്ലെങ്കിൽ ഒരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും നവകേരള സദസ്സ് എന്തായിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാവുകയാണ് നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഈ വ്യാപാരികളുടെ അവസ്ഥ എന്നുള്ളത്. അത് കൃത്യമായി മന്ത്രി പോലും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്നവർക്ക് പോലും അറിയില്ല നവകേരള സദസ്സിൽ വന്നിട്ടുള്ള പരാതികൾ എന്തൊക്കെയാണ്, അവിടെ പൊതുജനങ്ങൾ സാധാരണക്കാർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് മന്ത്രിക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നവകേരള സദസ്സ് എന്തുമാത്രം വലിയൊരു പ്രഹസന ചടങ്ങായിരുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയാണ്. രോഹിണി.